കാര്യങ്ങളെ സങ്കീർണമായി കാണാൻ അവൻ നമ്മെ പ്രേരിപ്പിക്കും. ഇങ്ങനെയാവാൻ വഴിയില്ല, ഇതൊരു പ്രശ്നമായിട്ട് തീരും, ഇങ്ങനെ ആയി പോയാലോ എന്നൊക്കെ അവൻ നമ്മെ കൊണ്ട് ചിന്തിപ്പിക്കും. ഇത്തരം സങ്കീർണതകൾ സാത്താന്റെ സമ്മാനമാണ്, കൈവയ്ക്കരുത്. പാപത്തെ ലഘൂകരിച്ചു കാണാനും സാത്താൻ പ്രേരിപ്പിക്കും. പുതിയ വാക്കുകൾ കൊണ്ടുവരും. വ്യഭിചാരം, കൂടത്താമസവും അബോർഷൻ ചോയ്സും ഒക്കെ ആക്കി അവൻ മാറ്റിയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇൻഫർമേഷന്റെ ആധിക്യവും സാത്താന്റെ സമ്മാനമാണ്. വാർത്തകൾ, അറിവുകൾ, പൊടിക്കൈകൾ, റീൽസ്, ഷോർട്സ്, ഇങ്ങനെ നുണകൾ പെരുകിക്കൊണ്ടേയിരിക്കും. സൂക്ഷിക്കണം. വചനത്തോട്, സത്യത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് സാത്താനെ തോൽപ്പിക്കാനുള്ള വഴി. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വചനം കേൾക്കണം.